എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചതായി സൂചന. ലാൻഡിംഗ് കഴിഞ്ഞ് നടത്തിയ ടെസ്റ്റ് പോസിറ്റീവാണെന്ന് റിപ്പോർട്ട്. ഓഗസ്റ്റ് 4-നാണ് ഫുക്കറ്റ് ദില്ലി വിമാനം 300 അടി താഴേക്ക് പതിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റത്. ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് ചേർന്ന. ഫെമിന, പൈലറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചു ഈ ഡ്യൂട്ടി സമയത്തെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. എന്താണ് വിവരങ്ങൾ? അതെ, ഓഗസ്റ്റ് 4-നാണ് ആകാശച്ചുഴിയിൽപ്പെട്ട് എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ദില്ലി വിമാനം ഇത്തരത്തിൽ 300 അടിയോളം താഴേക്ക് പതിച്ചത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. 13 യാത്രക്കാരെയും ക്രൂ അംഗങ്ങളെയും ദില്ലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ലാൻഡിംഗ് കഴിഞ്ഞ് നടത്തിയ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടെസ്റ്റിലാണ് പൈലറ്റ് പോസിറ്റീവ് ആയതായിട്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പൈലറ്റ് ഡ്യൂട്ടിയിലായിരിക്കെ വിമാനത്തിലെ ക്യാപ്റ്റൻ ലഹരി മരുന്ന് ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ ഒരു സൂചന ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് എയർ ഇന്ത്യ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധന നടന്നതായി മാത്രമാണ് തങ്ങൾക്കുള്ള വിവരമെന്നും എന്നാൽ ഫലം ലഭിക്കാത്തതിനാൽ റിപ്പോർട്ട് തള്ളാനോ അംഗീകരിക്കാനോ കഴിയില്ല എന്നാണ് എയർ ഇന്ത്യയുടെ വക്താവ്. സിവിൽ ഏവിയേഷൻ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അംഗങ്ങളുടെ റെഗുലർ ഡ്രഗ് ടെസ്റ്റിംഗ് നടന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ സംഭവത്തെപ്പറ്റി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയാണ്. ടർബുലൻസ് കൈകാര്യം ചെയ്ത രീതി ശരിയായിരുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഗുരുതര വീഴ്ചയാണ്. എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചതായാണ് സൂചന വരുന്നത്. ലാൻഡിംഗ് കഴിഞ്ഞ് നടത്തിയ ടെസ്റ്റിലാണ് ഇപ്പോൾ റിസൾട്ട് പോസിറ്റീവാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഓഗസ്റ്റ് 4-നാണ് ഫുക്കറ്റ് ദില്ലി വിമാനം 300 അടി താഴ്ചയിലേക്ക് പതിച്ച് നിരവധി യാത്രക്കാർക്കന്ന് പരിക്കേറ്റിരുന്നു. ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.